ഇപ്പം ഞാൻ പറയണത് സംപ്രേഷണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദേഷ്യം വരണവർ കുടിച്ച് നടക്കണവരെന്താ ചെയ്യുക? ഈ ഗുട്കയും ബീഡിയും മൂക്കുപൊടിയും വലിച്ച് കുടിച്ച് നടന്ന് ആവശ്യമില്ലാത്ത പാതിരികളുടെ കൈയും മുത്തി ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് നടക്കും. ഹിന്ദുസിനെയും കയറ്റി കയ്യിൽ കയറ്റി പിടിച്ച് തമ്മിൽ കുഴിയിൽ ചാടിച്ച് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, മുഖത്ത് തെളിച്ചം നോക്ക്. എൻ്റെ മുഖത്ത് തെളിച്ച് നോക്കുക. പറഞ്ഞ് ഒരു സമയത്തത്തെ റിയാക്ഷനും എപ്പോൾ വരണം, എന്ത് ചെയ്യണം, എപ്പം മിണ്ടണം എന്നുള്ള റിയാക്ഷൻ കാണുമ്പോൾ എൻ്റെ മുഖത്തൊരു തെളിച്ചുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ആണായ ഞാൻ ഒരു നല്ല ദൃഢതയോടെ പറയുമ്പോൾ ആണത്വം നിനക്കുണ്ടെങ്കിൽ വിവരം പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. ആണിൻ്റെ ഹാരിസ് എന്ന ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ തേവടിച്ച ഭാര്യയോട് നീ ഊമ്പി നടന്ന സമയത്ത്, ഈ കുടവയറൊക്കെ വയ്ക്കണ സമയത്ത്, ഊമ്പി നടക്കണ സമയത്ത്, നിൻ്റെ തേവടിച്ച ഭാര്യ ലെസ്ബിയൻ കളി കളിച്ച് നടക്കുന്ന സമയത്ത് നീ ഈ വളഞ്ഞ അണ്ടി, എന്നിട്ട് ഈ ഊമ്പി നടന്ന അണ്ടി കയറ്റിയിട്ട് വളഞ്ഞ മക്കളെ ഉണ്ടാക്കുമ്പോൾ നീ ഓർക്കുക. നീ വളഞ്ഞ മക്കളെ ഉണ്ടാക്കുമ്പോൾ ഈ വളഞ്ഞ മക്കളെ കൊണ്ട് ഈ സ്വന്തം തന്തയുടെ തള്ളയുടെ റിട്ടേൺ നേച്ചർ അനുകരിപ്പിച്ച് മൂട്ടിന്ന് വിടണ പോലത്തെ ശോഷിച്ച വാക്കുകൾ മൂണ്ട് പറയുമ്പോൾ നീ സ്വയം മനസ്സിലാക്കുക. ആണത്വം നിനക്കുണ്ടെങ്കിൽ നീ ആണായിരുന്നെങ്കിൽ നീ വിവരം പറഞ്ഞു കൊടുത്തേനെ. ആൻറ്റി ക്രൈസ്റ്റ്, റോമൻ കാത്തലിക്സും ആൻറ്റി ഹിന്ദുസും ശരിയല്ല, മുങ്ങി നിവരണം, പാതിരികളുടെ ആവശ്യമില്ല പറഞ്ഞു വരുമ്പോൾ അതേപടി അനുകരിച്ചേനെ. അതാണ് സ്ട്രെങ്ത്ത്, അതാണ് പ്രാർത്ഥന, അല്ലാണ്ട് ജൽപ്പനും ജപമാലയല്ല. ഇങ്ങനെയുള്ള ഗുണ്ട് വൃത്തിയോട് പറഞ്ഞ് നടക്കണവർ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ആവണേ? അതുതന്നെ പറഞ്ഞാൽ ഇത് ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസും ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സും ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസാണ്. ഏതെങ്കിലും കുമ്മുട്ടിയും ക്ലേശവും ആരെങ്കിലും ബൈബിൾ തുറന്ന് വായിച്ചിട്ടുണ്ടോ? അവർ ചാവാറായി കിടപ്പുണ്ട്. ഈ കുരുട്ട് മോന്തകൾ പോലെ മാമക്കോയകൾ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവർ കോലാൽ പോലെയുള്ളവർ എപ്പോഴെങ്കിലും ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ചോ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മുസ്ലിംസും ക്രിസ്ത്യാനിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അവരിത് പറയുമോ? എത്രയ്ക്ക് നിത്യനാശം കിട്ടണം മുമ്പ് അവർ മരിച്ച് എന്തെങ്കിലും പറയുമോ? ഇല്ല. ഈ വിഡിത്തം വിശ്വസിക്കണവർ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ, സ്പൈ ക്യാമറ തെറ്റാണെന്ന് അറിയാം, വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കണവർക്ക് മുന്നിൽ ഗോഷ്ടി കാണിക്കണവർ ഞാൻ നന്നായിട്ട് ചോദിക്കും, നീയൊക്കെ എത്ര ഊമ്പി നടന്നുണ്ട്? ഈ ഊമ്പി നടന്ന അണ്ടിയല്ലേ ഈ തേവടിച്ച് ലെസ്ബിയൻ ഭാര്യയുടെ കയറ്റിക്കണ അല്ലേ? എന്നിട്ടാണ് മക്കളുണ്ടാക്കി മക്കളെ പറഞ്ഞ ചിടുങ്ങളൊക്കെ കുടിച്ച് ചിടുങ്ങൾക്ക് വിഡിത്തം മോദി കൊടുത്തിട്ട് എന്തൊരു ക്രിസ്ത്യാനിറ്റി, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് മാറാൻ പഠിക്കാൻ പറയും. എന്നിട്ട് സംസാരിക്കാൻ പഠിക്കുക. ഞാൻ നിന്നെ പോലെ എൻ്റെ മുഖത്ത് നോക്കി ആര് പറഞ്ഞിട്ട് തോണ്ടി ഹാരിസെന്ന് വിളിച്ചാലല്ലേ എന്തെങ്കിലും അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും ശോഷിച്ച മക്കൾ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞിട്ടില്ല. നീ വേറെ ഏതോ വിഡിനെ സ്വപ്നം കാണണേ. അപ്പോൾ നീ ഗുണ്ട് പറഞ്ഞ് നടക്കണവർ, ഈ സ്വന്തം തന്തയുടെ തള്ളയുടെ റിട്ടേൺ നേച്ചർ അനുകരിപ്പിച്ച് നടക്കണവർ, സ്വന്തം ചിടുങ്ങ് മക്കൾക്ക് കേൾപ്പിച്ച് കൊടുക്കണത് എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ആവണേ? അത് ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി ആവണമെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. അതുപോലെ മക്കൾക്ക് യേശുവയ്ക്ക്, എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, മക്കൾക്ക് സ്വന്തം മോന് വിഷം കലക്കി കൊടുത്ത് അപ്പം തന്നെ കൊല്ലായിരുന്നു. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇത് ക്രിസ്ത്യാനിറ്റി ഇഞ്ചായിട്ട് കൊല്ലണം മാതാപിതാക്കൾ. എങ്ങനെ ക്രിസ്ത്യാനിറ്റി ആവാനാണ്? എങ്ങനെ രക്ഷിക്കപ്പെടാനാണ്? ബാപ്റ്റിസം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാപ്റ്റിസം ചെയ്ത് ഞാൻ മുങ്ങി നിവർന്നുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സുഖാതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വിഡ്ഢികൾ യേശുവയുടെ പോലത്തെ വന്നിട്ട് എന്നിട്ടും നിങ്ങൾക്ക് വലിയ അരുന്ന് കുട്ടി വാങ്ങിയിട്ടും അതിൽ നിന്ന് ഇപ്പോഴും ചേഞ്ച് ആവാണ്ട് ഈ വിഡ്ഢി സ്പൈ ക്യാമറ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സ്പൈയിങ് ഓൺ സംവൺ എൽസ് വിത്തൗട്ട് ദെയർ പെർമിഷൻ ഈസ് എ ഗ്രേവ് മിസ്റ്റേക്ക്. അത് നരകത്തിന് തുല്യമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും വായിക്കാണ്ട് ഇത് ചെയ്യണേന് സ്വന്തം മാതാപിതാക്കൾ വരെ മോനെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം മിറാക്കൾ നോക്കിക്കോ, കൊല്ലപ്പെടില്ല. ഈ ആൻറ്റി ക്രൈസ്റ്റ് കുറേ റീന അലക്സ് ഒക്കെ ഉണ്ട്, അവർ ചെകുത്താൻ വിഡ്ഢികളാണ്. ഈ പാരൻസ് ഇതിനെ എങ്ങനെ രക്ഷിക്കപ്പെടാനാണ്? സ്വന്തം മോനെ വരെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്പൈ ക്യാമറ വെച്ച് നടക്കണവർ ഈ എന്തായാലും ശവപ്പെട്ടിയും പൂമഞ്ചി വരെ സ്വീകരിക്കില്ല, യേശുവ വരെ സ്വീകരിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടാൻ പോണത്? ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, ഊമ്പി നടന്നവർ, ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് മുസ്ലിംസ്, ഗുഡ്കയും ബീഡിയും വലിച്ച് നടക്കണവർ, പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പാതിരികളെ മുത്തി ജീവനില്ലാത്ത കുർബാനയും സാക്രിഫൈസ് റിപ്പീറ്റ് ചെയ്ത് നടന്നിട്ട് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് കുടിച്ച് നടന്ന് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ജീവനില്ലാത്ത സ്ത്രീകളെയും നശ്വരമായ മനുഷ്യരെയും നശ്വരമായ മൃഗങ്ങളെയും ആരാധിക്കണവർ. ഇത് എനിക്കിങ്ങനെ പറയണ്ടോ? എനിക്ക് ആരെയും വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത് പറയേണ്ട സമയത്ത് ഡയമണ്ട്, നല്ല സ്ട്രെച്ച് ഡയമണ്ടായിട്ട് അവിടെയും കേൾപ്പിക്കുക, നല്ല ഒച്ചത്തിൽ കേൾക്കും ചെയ്യും, ഇവിടെയും കേൾക്കും. ഞാൻ എന്താ ചോദിച്ചത് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞാൽ അവർ പോവും, എന്തായാലും പോവും. അത് വിഡ്ഢികൾക്ക് കിട്ടിയ ഒരു ശിക്ഷയാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഈ 3 ഡയമണ്ട് സ്ട്രെച്ചിൽ നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അത് പറഞ്ഞാൽ ഈ വോയിസിന് വിലയുണ്ടെങ്കിൽ അത് നടക്കേണ്ടത് നടന്നുണ്ട്, ഇനിയും നടക്കും.